കുറച്ച് ദിവസമായി നമ്മളെ ഫാമിലെ ആടുകളുടെ ഒക്കെ വീഡിയോ ചെയ്തിട്ട്. ഇത് നമ്മൾ ആടുകളെ കാണിക്കുന്ന വീഡിയോ അല്ല, നമ്മൾ ആട് ഷെഡ് ഉണ്ടല്ലോ, ചെറിയ ഷെഡിന്റെ ഉള്ളിൽ ഫ്ലോർ മാറ്റ് വിരിക്കാന്നൊക്കെ നമ്മൾ മുന്നേ പറയുന്നു. ഫ്ലോർ മാറ്റ് കൊടുന്നതിന്റെ ഒക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ അത് ഇതുവരെ വിരിച്ചിട്ടില്ല, 1 മാസത്തോളമായി അത് കൊടുന്ന് വെച്ചിട്ട്. ഇന്ന് അതിന്റെ പണിയിലാട്ടോ. ഇത് നമ്മളെ ചെറിയ ഷെഡ്. ഇപ്പം കാരണം നമ്മളെ വലിയ ഷെഡിൽ നമ്മൾ അടിഭാഗം ഫ്ലോർ മാറ്റ് ആണ്. നിങ്ങൾ ആടിന്റെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ കണ്ടതല്ലേ. അപ്പൊ നമ്മളെ കൂടിന്റെ അടിഭാഗം ഒന്ന് കാണിച്ചു തരാം, ചെറിയ ഷെഡിന്റെ. ഇതിൽ നമ്മൾ പന ഇരുന്ന് ഇട്ട് പറഞ്ഞല്ലോ, നമ്മള് വലിയ ഷെഡ് പൊളിച്ച സമയത്ത് ഇഷ്ടംപോലെ പന ഉണ്ടായിരുന്നു. അപ്പൊ പന കളയാൻ തോന്നില്ല, നല്ല ഉറപ്പുള്ള പനയൊക്കെ തന്നെയാണ്. അപ്പൊ പന ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പക്ഷെ പനയിലുള്ള ഒരു പ്രശ്നം, ഇന്ന് കുറച്ച് അടുപ്പിച്ചിട്ടിട്ട് ഒരു ആട്ടിൻ കാഷ്ടം പോകാനൊക്കെ കണ്ടില്ലേ, ഇതുപോലെ കെട്ടി നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡെയിലി അടിക്കും, എന്നാലും ഒരു വൃത്തിയാവില്ല. ഇതിലിപ്പോ ആടുണ്ടായിരുന്നു, രാവിലെ നമ്മൾ ആടിനെ മാറ്റിയതാണ്. പിന്നെ പണി എടുക്കാനായിട്ട് നമ്മളെ നൗഫൽഖാൻ നമുക്ക് ഇന്നാ കിട്ടിയത്. 1 മാസമായി നമ്മൾ കൂടിന്റെ പണി തുടങ്ങും മുന്നേ ഫ്ലോർ മാറ്റിന്റെ വീഡിയോ ചെയ്തപ്പോ പറഞ്ഞാൽ നമ്മള് 2 ദിവസം കൊണ്ട് പണി തുടങ്ങുന്നത്. ആ 2 ദിവസത്തെ പണിയാണ് ഇപ്പൊ 1 മാസമായിട്ടുള്ളത്. അപ്പൊ നൗഫൽഖാൻ വന്നിട്ട് രാജ്യത്തിന്റെ മകൾ ഇത് ആദ്യം ഇതിന്റെ ഫ്രെയിമുകളൊക്കെ എടുക്കുന്നുണ്ട്. ഈ സൈഡൊക്കെ നമ്മളിത് കണ്ടില്ല, പട്ടികയാണ് കേട്ടോ. ഈ പട്ടികയും കുറച്ച് ഭാഗം നമുക്ക് ഇതില് നെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്ക് പഴയ നെറ്റ് കിട്ടി വന്ന് ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഷെഡ് ചെയ്തിരുന്നത്. ഇതൊക്കെ ഫ്രെയിമുകളൊക്കെ ഫ്രെയിമായിട്ട് ഇങ്ങനെ ഊരിയെടുത്തിട്ട് ഫ്ലോർ മാത്രമേ ഇപ്പൊ മാറ്റം വരുത്തുന്നുള്ളൂ. ഈ കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. മറ്റേതൊക്കെ സൈഡൊക്കെ അതുപോലെ കട്ട് ചെയ്തെടുക്കണം. നൗഫൽഖാൻ പണി തുടങ്ങിക്കോളി. സൗണ്ട് കൊണ്ട് നൗഫൽഖാൻ അവിടെ നിർത്തി വെച്ചാട്ടോ. അപ്പൊ ഇങ്ങനെ പണി തുടങ്ങും, കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കണം. ഇത് പിടിക്കണ്ട ഇവിടെ, ഈ ഫ്രെയിം ഇട്ട് ഊരിയല്ലേ. ഇവിടെ വേണ്ട ഒരു ഫ്രെയിം ഊരി വെച്ച് നോക്ക്. ഇതാ ഇത് നമ്മളെ നടുക്കല്ല്, 2 കല്ലിനും നടുക്കല്ല് ഇങ്ങോട്ട് ഊരി വെച്ചാട്ടോ. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇതിനൊക്കെ ഫ്രെയിമറൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഫ്രെയിമർ അടിക്കാനൊക്കെ സമയം വേണം, ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇതിന്റെ അടിയിലുള്ള മെയിൻ ബീം ഉണ്ടല്ലോ, നമുക്ക് താഴേക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? പതുക്കെ ഇറങ്ങ്. ഇത് പതുക്കെ ഇറങ്ങുന്നത് ചില പനകളൊക്കെ പൊട്ടാനും ആയിട്ടുണ്ട്. പനന്റെ കപ്പാസിറ്റി കഴിഞ്ഞ് കുറെ വർഷം മുന്നുള്ള പന, നമ്മൾ പഴയ ഷെഡിൽ ഉപയോഗിച്ച പന. അപ്പൊ ഇതിന്റെ അടിഭാഗം എങ്ങനെ കാണിച്ചത് കാണാം. നമ്മൾ ആദ്യം തന്നെ ഇതാ അടി സി ചാനൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ സി ആണ്. ഇതും ആദ്യമൊക്കെ ഇത് മരയിന് ഉപയോഗിക്കല്. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ സി ഇട്ടിട്ട്, അന്നേ നൗഫലൊക്കെ പറഞ്ഞാണ് നമുക്ക് അടിയിൽ ഫ്ലോർ മാറ്റ് ആക്കാന്ന്. അപ്പൊ അതിന് പൈസയും കഴിഞ്ഞില്ല, പിന്നെ ഈ പന കളയാനും തോന്നിയില്ല. അപ്പൊ ഇതന്നെ ഇട്ട് ഇതിന് മുകളിൽ നമ്മളിതാ ഒരു പലകന്റെ പീസ് വെച്ചിട്ട്, പലകല്ല പട്ടികയല്ല, പലകല്ല അത്ര കണ്ടീഷൻ അത്യാവശ്യം വീതിയുള്ള ഇങ്ങനെ സ്ക്രൂ ചെയ്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഈ പന ആണി കൊടുക്കാം. നമ്മൾ സെറ്റപ്പിന്റെ കൂടൊക്കെ സെറ്റപ്പ് ചെയ്യാൻ മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ മുട്ടൻ കുഞ്ഞുങ്ങളൊക്കെ മാറ്റാനായിട്ടുണ്ട്. നമുക്കൊരു 10-12ഓളം മുട്ടൻ കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കൂട്ടിലേക്ക് മാറ്റണം. ഈ പനേന്റെ ഇങ്ങനെ നിന്നാൽ മൂത്രമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ വൃത്തിയാകും. നല്ല വൃത്തിയുള്ള കുഞ്ഞുങ്ങൾ ഇതിലിട്ടിട്ട് വൃത്തിയേടാവുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നത്. പിന്നെ ഒരു 6 മാസമൊക്കെ ആയി, ഇനി കുഞ്ഞുങ്ങളെ മാറ്റേണ്ട സമയമായി. പിന്നെ ഇന്നലെ നമ്മളെ ഫാമിന് കുറച്ച് പെൺകുഞ്ഞുങ്ങളെയും കുറച്ച് മുട്ടൻ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കൊടുത്തുട്ടോ. എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായി. എന്ന് വെച്ചാൽ തീറ്റയും തികയുന്നില്ല, ഭയങ്കര കൂടുതലായിപ്പോയി. ഇവരെ മാറ്റേണ്ട സമയം ഇപ്പൊ ഈ കൂടിന്റെ പണി കഴിഞ്ഞാലല്ലേ മുട്ടന്മാരൊക്കെ മാറ്റിയിടാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ആടുകൾ, പകുതി ആടുകൾ ഇന്നലെ കൊടുത്തു. ആടുകളെല്ലാം ആട്ടിൻ കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ കൊടുക്കുന്ന 6 മാസമായി പെൺകുഞ്ഞുങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഞാൻ ഹാമറൊക്കെ എടുത്തതെന്ന് വെച്ചാൽ ഈ ആണി ഇങ്ങോട്ട് തട്ടിയിരിക്കുക. ഇനി നമുക്ക് ഇത് ഫ്രെയിം കൊണ്ട് മാറ്റി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ തട്ടിയെടുക്കണം. കിട്ടോ? ഈ സ്ക്വയർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഫ്രെയിം ഇങ്ങനെ ലെവലാക്കി കിട്ടും. പിടിക്കല്ലേ, അവിടെ മുകളിൽ വിട്ടത്. ഇവിടെ കുറച്ചും കൂടെ വിടാണ്ട് നോക്കൽക്ക പൊട്ടുവോ? ആ അതിനെ പിടിച്ചോളാം. ഇതിനൊന്നും ഇനി പണിയെടുക്കാൻ വയ്യ. ഇതൊക്കെ വേഗം ഇങ്ങനെ തന്നെ അവിടെ മാറ്റി വെച്ചാലേ തിരിച്ചതുപോലെ ഒന്ന് ഈ കട്ട് ചെയ്ത് കൊടുത്ത് വീണ്ടും ഒന്ന് സ്പോട്ട് ചെയ്ത് കൊടുത്തായി. പുൽത്തൊട്ടിന്റെ അതുപോലെ പൊന്തിച്ചേക്കേണ്ടി വരില്ലേ? പുൽത്തൊട്ടിന്റെ ആണ് കുറച്ച് സീൻ. എന്താ വെച്ചാൽ പുൽത്തൊട്ടിന്റെ ഈ അളവ് തെറ്റരുത്. ഇത് നമ്മൾ ഇങ്ങനത്തെ ഇത് കട്ട് ചെയ്യുന്നില്ലല്ലോ അല്ലെ. ഇതിൽ നമ്മളെ വലിയ ആടിന്റെ പുൽത്തൊട്ടിയിൽ തലയിടുന്ന പോലത്തെ ഗ്യാപ്പ് അല്ല. അതിലും കൂടെ കുറച്ച് പുൽത്തൊട്ടി ഏകദേശം സെയിം ആണ്. പക്ഷെ പുൽത്തൊട്ടിന്റെ തലയിടുന്ന ഗ്യാപ്പുകൾ ഉണ്ടല്ലേ, ഇതൊരു ഇടത്തര ആടിനെ പറ്റുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഒരു 6 മാസമായ മുട്ടൻ കുഞ്ഞുങ്ങളെയാണ് ഇപ്പൊ ഇതിലൊക്കെ ഇടുന്നത്. ഒരു 6 മുട്ടന്മാരോളം ഇതിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ തിരിച്ച് ഈ ഷെഡിലേക്ക് മാറ്റി. ആയിട്ടുള്ള തന്നെ ഒരു വാഷ് ചെയ്തിട്ട് കയറ്റും, എന്നാലും ഒന്ന് വൃത്തിയിൽ വരുള്ളൂ. ഇതിലിങ്ങനെ കിടക്കുന്ന സമയത്ത് രോമത്തിലൊക്കെ അങ്ങനെ പിടിക്കുക. അങ്ങനെ ഇതിന് മൂത്രമൊക്കെ തട്ടിയിട്ട് പിടിച്ചിട്ട് വൃത്തിയോടായി. പിന്നെ ഭാഗ്യത്തിൽ പ്രാവശ്യം വെള്ളമില്ല, ഒക്കെ നല്ല ബ്രൗൺ നിറത്തിലുള്ളതും കറുപ്പൊക്കെയാണ്. ഇപ്പൊ നമ്മള് ഏകദേശം ഊരേണ്ട ഫ്രെയിമുകൾ ഊരി വെച്ചിട്ടുണ്ട്. ഇതൊന്നും വേണ്ട, അത് കണ്ടില്ല എത്ര ഹൈറ്റിലുള്ളത്. ഇതിന്റെ അടിഭാഗത്തല്ലേ നമ്മളെ ഫ്ലോർ മാറ്റ് വരുള്ളൂ. പുൽത്തൊട്ടി ഇതുപോലെ ഞങ്ങൾക്ക് പന എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഈ പുൽത്തൊട്ടിന്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് അയച്ചു വാങ്ങിയിട്ടുണ്ട്. അത് കുറച്ച് പണിയുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ നോക്കിയിട്ട് ഇപ്പൊ ഇതാ കമ്പിപ്പാലായിട്ട് നമ്മൾ ഇതുപോലെ തിക്കി എടുക്കുക. ഊരിയാ ഫിൽക്ക? ഇതാണ് പ്രശ്നം അല്ലേ.
ഊരുമ്പോ കിട്ടുന്നുണ്ട്. അല്ലാതെ പിടിച്ച് പൊന്തിച്ചാ കിട്ടൂലേ? ഓക്കെ, ഇതൊന്ന് ഊരട്ടെ. എന്തായാലും പന ഇവിടെ മാറ്റിയേക്കാം, എന്തെങ്കിലും ആവശ്യം വരും. കുഴപ്പമൊന്നുമില്ല കേട്ടോ, പനക്ക് ഡാമേജ് സംഭവിച്ചിട്ടൊന്നല്ല നമ്മളിപ്പോ ഇത് മാറ്റുന്നത്. പന എത്ര കാലം വേണമെങ്കിലും നിൽക്കും. പക്ഷെ നമ്മളെ കൂട് ഇങ്ങനെ വൃത്തികേടായിട്ട് ഒരു പ്രശ്നം കൊണ്ടാണ്. ഇതൊക്കെ ഇപ്പോഴാണ് കേട്ടോ ടെക്നോളജി ഒക്കെ വന്ന്. ആദ്യമൊക്കെ പനിയും കവുങ്ങനെ ഇരുന്ന് ഇടല്, ഇപ്പോഴല്ലേ ഇത് പന മുറിഞ്ഞിട്ട് പല കഷ്ണം നടിച്ച. ആരപ്പോ വന്നിക്കണേ? ബിയമോൾ എത്തിക്കണ കേട്ടോ. ആടുകൂട് പൊളിക്കട്ടെ ബിയ. ഇതൊക്കെ നമ്മൾ അടിയിൽ വെച്ചാ പലക ഇതിനൊന്നും പറ്റിയിട്ടുണ്ട് അല്ലേ? ഇതിമ വെച്ചിട്ടാണ് ആണി കൊടുത്തിന്. അടിയിൽ സി ആയതുകൊണ്ട്, സി അല്ല അടിയില്. അപ്പൊ അമ്മ സ്ക്രൂ ചെയ്യണ്ട പറഞ്ഞിട്ട് ഞങ്ങൾ പന നിർത്താൻ വേണ്ടിട്ടാണ് ആ പലകയല്ലല്ലോ, പട്ടിക കഷ്ണം, പട്ടികയല്ല പലകയല്ലാത്തരുത്, കുറച്ച് വീതിയല്ല. കിട്ടുന്നുണ്ട്. കമ്പിപ്പാരന്നെ വേണതൊക്കെ ഊരിയെടുക്കാം. പിന്നെ ഈ കൂടുകളൊക്കെ കെട്ടി തന്നെ നൗഫലാക്കി കേട്ടോ. അപ്പുറത്തുള്ള വലിയ ഷെഡ് എന്നായിരുന്നു. വലിയ ഷെഡ് അല്ല, ഇവിടുത്തെ എല്ലാം മൊത്തത്തിൽ നമ്മളെ ഡയറി ഫാമിന്റെ പണികളായാലും ആട് ഷെഡിന്റെ പണിയും കോഴി ഷെഡ് എല്ലാം, ഇവിടുത്തെ എല്ലാ ഷെഡുകളും ഡാമേജ് വന്നാൽ ക്ലിയർ ചെയ്യുന്ന ആളും കെട്ടിത്തരുന്ന ആളൊക്കെ നൗഫലാക്കാണ്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? നൗഫലാക്കാനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാ. ഈ ഏരിയയിൽ ഏറ്റവും ഡിമാൻഡുള്ള വെൽഡിങ് ആയിരുന്ന ഒരു പ്രൊമോഷൻ വീഡിയോ കൂടെ ആയിക്കോട്ടെ. ആർക്ക് എന്ത് വർക്കിനും എല്ലാ ജില്ലയിലും പോയി പണിയെടുക്കുന്നവര്. പക്ഷെ പഞ്ചായത്തിൽ പണിയാണ് ഇവർക്ക് എടുത്തിട്ട് തീരുന്നില്ല. ഇതിന്റെ അടിയത്തെ കാഷ്ടൊക്കെ നമ്മള് ഇതിന്റെ ഇടയ്ക്ക് കോരി ഇന്ന് പണിക്ക് വരുന്നവര് വൃത്തിയാക്കി വെച്ചിട്ട് ഇന്നലെ നൗഫലാക്കി വെച്ച് അടിയിൽ ആട്ടുകാഷ്ടൊന്നും ഇല്ലല്ലോ എന്ന്. നമുക്ക് ഇതിൽ ആടിനിടാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇപ്പൊ ഒരു മാസത്തെ വളം പിന്നെ അടിയിലായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അടിയിൽ നമുക്ക് പന ഇട്ടിട്ട് നിൽക്കാം. അത്രയൊന്നും ഇല്ല കേട്ടോ. ഇത് മൊത്തം നമ്മൾ വളം കോരുന്ന സമയത്ത് വൃത്തിയാക്കിയതാ. പക്ഷെ എടുക്കുക. പക്ഷെ എന്നാ ഊരണ്ടി വരില്ലല്ലേ ഫ്രെയിം? ഇതിങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാല് അതിന് താഴല്ലേ വരിക. അല്ല, ഒന്നും ഇങ്ങോട്ട് ചെരിച്ച് ഒന്ന് ചെറിയായി തട്ടി കൊടുക്കി. വലിയ ആമലെടുത്തോളി ഞാൻ കൊടുന്നേ. അങ്ങോട്ട് കെട്ടി. നമ്മളെ കൂടിന്റെ അടിയിൽ നിന്ന് എടുത്ത പനയൊക്കെ അടിയിൽ ഇതുപോലെ നിരത്തി. അപ്പൊ നമുക്ക് ഇതിന് നടക്കാൻ എളുപ്പമായി. നമ്മളെ ആട്ടുംകാഷ്ടൊന്നും ഒരു വിഷയമില്ല, നല്ല സെറ്റായിട്ടുണ്ട്. നമ്മളെ സീ ചാനലുണ്ടോ? സീ ചാനലൊക്കെ ഇങ്ങനെ തുരുമ്പൊക്കെ കളഞ്ഞ് റെഡിയാക്കി വരുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ നല്ല തുരുമ്പ്, നമ്മള് ഊരിയവാടൊക്കെ നല്ല തുരുമ്പുള്ളായിരുന്നു. അപ്പൊ ഇവരൊക്കെ അങ്ങനെ കളഞ്ഞു വന്ന് ഇത് അപ്പുറത്ത് കണ്ടോ ലോപ്പറൊക്കെ ചെയ്യുന്നത്. പേപ്പർ വീൽ എടുത്തിട്ട് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കറക്റ്റ് തുരുമ്പ് ഇങ്ങനെ പോകുന്നുണ്ട്, നല്ല സെറ്റായി വരുന്നുണ്ട്. അപ്പൊ ഞാൻ പ്രൈമർ അടിക്കാണ്. പിന്നെ പണി നല്ല ഇങ്ങനെ തുരുമ്പ് കളഞ്ഞതിൽ ഞാനിതാ പ്രൈമർ ഇങ്ങനെ അടിച്ചു തരികയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അതും കൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരാന്ന് വെച്ച്. എന്താ നമ്മളെ ഇങ്ങനെ സിമ്പിൾ പരിപാടി കേട്ടോ. റോഡ് വെച്ച് അതുപോലെ ഒന്ന് വലിച്ചാൽ മതി. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യം കേട്ടോ. ശരിക്കും നമ്മളെ വലിയ ഷെഡിലൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇതൊക്കെ ലാസ്റ്റ് ചെയ്യും. പക്ഷെ പണി എന്താ, അത്രയും ആടുകളൊക്കെ നമുക്ക് എവിടെ നിർത്താനൊക്കെ നമ്മൾ സ്ഥലങ്ങൾ കാണണം. ഇതിപ്പോ നമ്മൾ കുറച്ച് ആടാണ് ഇതിന് മാറ്റാനുള്ളായിരുന്നു, അതുകൊണ്ട് വലിയ പണിയില്ല. അപ്പൊ നമുക്ക് കൂട് ഒരു 5 വർഷം കിട്ടുന്ന 10 വർഷം കിട്ടും. ഇപ്പോഴും നോക്കി വലിയ തുരുമ്പും കാര്യമൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പൊ 2ാമത്തെ വർഷമാണ് നമ്മൾ ഈ അടിയിൽ ചെയ്തിട്ട്. ഈ ചാനലൊന്നും അത്ര പെട്ടെന്നൊന്നും തുരുമ്പ് അങ്ങനെ കയറി പിടിക്കില്ല. നമ്മൾ സ്ക്വയർ പൈപ്പ് ഒന്നും ഒരിക്കലും ചെയ്യരുത്. അതൊക്കെ ഒരു വർഷം പോകണ്ട, 5-6 മാസം കൊണ്ട് തന്നെ സംഭവമൊക്കെ കേടുവരും. ഇതിന് ശ്രദ്ധിക്കേണ്ടത് ഈ ഇങ്ങനത്തെ ഗ്യാപ്പിലും മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, പ്രൈമർ അടിക്കണം. കുറച്ച് റിസ്ക് ഉണ്ട്, ചിലത് നമ്മൾ ബ്രഷ് ആയിട്ട് അടിക്കേണ്ടി വരും. അവിടെയൊക്കെ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് കുറച്ചൊക്കെ പിടിപ്പിച്ച് വന്നാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഇതൊക്കെ തീർക്കും. ഈ പരിപാടികൾ ഏകദേശം നമ്മൾ സീ ചാനലിൽ പ്രൈമർ അടിച്ച് തീർക്കും. കട്ട് ചെയ്യാനുള്ളൊക്കെ വൃത്തിയാക്കാനൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ ആംഗ്ലർ വന്നിട്ടുണ്ട്. നാളെ അത് ക്രോസ് ആയിട്ടൊക്കെ വെൽഡ് ചെയ്ത് സെറ്റാക്കും. അപ്പൊ നമ്മുടെ കൂടിന്റെ പണി 2ാമത്തെ ദിവസമായി. അപ്പൊ കുറച്ച് പണികളും കാര്യങ്ങളും നടന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാട്ടോ ഫ്ലോർ മാറ്റ് നമ്മൾ അവിടെ വെച്ചത്. ഇതിങ്ങനെ എടുത്തു കൊണ്ടുവരാണ്. കുറച്ച് ഫ്ലോർ മാറ്റ് നമ്മൾ വിരിച്ച് ബാക്കിയുള്ള ഇനി അങ്ങോട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. ഇന്ന് പണിക്ക് 3 ആളുണ്ട് കേട്ടോ. നൗഫൽക്ക് ഇവിടെ ഈ ആംഗ്ലറാണ് നമ്മൾ മാറ്റി ഇരിക്കുന്നതിന്റെ അടിയിൽ ഇങ്ങനെ ക്രോസ് കൊടുക്കുന്നത്. ഈ സീ ചാനലൊക്കെ നമ്മൾ ഇങ്ങനെ പ്രൈമറും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞു. ബാക്കി കുറച്ച് ആംഗ്ലർ ഇങ്ങനെ വൈകുന്നേരം നൗഫൽക്ക് വെൽഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതില്
പെയിന്റ് അടിച്ച് ബാക്കിയുള്ള പണി നടക്കുന്നുണ്ട്. പിന്നെ 2 മെയിൻ പണിക്കാർ വന്നിട്ടുണ്ട്, ഒന്ന് സിദ്ധിയാക്കിയുണ്ട്. നമുക്ക് പണികൾ കാര്യങ്ങളൊക്കെ നോക്കിലൊക്കെ കട്ട് ചെയ്തോളി. ഇത് നമ്മള് സ്ക്വയറൊന്നും കട്ട് ചെയ്യുന്നത് പെട്ടെന്ന് ചെയ്തിട്ട് ആംഗ്ലർ കുറച്ച് പണിയെടുത്ത് കട്ട് ചെയ്യാന്. ആംഗ്ലർ ആയതുകൊണ്ടാണ് ലാസ്റ്റ് ചെയ്യുന്നത് നമ്മളെ കൂടൊക്കെ. ഇതാ നിന്റെ പണിക്ക് വേറെ ആളായിട്ടോ. ഞാനിത് അടിച്ചു തന്നാലും നമ്മളെ ഫാമിലി പണികളൊന്നും ചെയ്യില്ല. ഇവരാണിന്ന് പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതാ ഇവിടെയൊക്കെ കാണിച്ചു കൊടുക്കും. സിദ്ധിയാക്കിയാണ് ഇന്ന് മെയിൻ. ഇന്ന് ക്രോസ് അടിക്കാനൊക്കെ സിദ്ധിയാക്കിയാണ്. ഇതൊക്കെ നോപ്പിൽക്കാനുമായിരുന്നു, നല്ല ആക്റ്റീവാണ്. നോപ്പിലൊക്കെ വീഡിയോ കാണുമ്പോൾ ചെറുതായിട്ട് ഫുൾ പണിയില്ല. നോപ്പിലൊക്കെ മുഖം കാണിച്ചു തരില്ല. നമ്മളെ ഷെഡുകൾ കാണിച്ചു കൊടുക്കാം. നമ്മളെ ഷെഡിന്റെ അളവ് പറഞ്ഞില്ലേ നമ്മുടെ വീഡിയോയിൽ, ഏകദേശം 16 അടി നീളാട്ടോ നമ്മളെ ഷെഡ് ഉള്ളത്. അതിൽ ഇറയൊക്കെ കൂട്ടി 2 സൈഡ് ഇറയൊക്കെ കൂട്ടിയിട്ട് 16 അടി നീളുണ്ട്. പിന്നെ വീതി പറയുമ്പോൾ നമുക്ക് 10 അടി വരും. അപ്പോൾ ഫ്ലോർ മാറ്റ് 2 അടി ഇതാ പുൽത്തൊട്ടി വരും, അത് നമ്മൾ പുൽത്തൊട്ടി. അപ്പോൾ ഫ്ലോർ മാറ്റ് നമ്മൾ ചെയ്യുന്നത് 8 അടിയിലാണ്. പിന്നെ ഇത് കാണിച്ചു കൊടുക്കുക. സംഭവം നല്ല ഒരു ഫ്ലോർ മാറ്റ് നമുക്ക് 2 അടി നീളം 1 അടി വീതിയാണ് വരുന്നത്. അപ്പം ഇതുണ്ടോ, ഒരു ആംഗ്ലർ ഇവിടെ കൊടുത്ത് 2 അടിയിൽ ആംഗ്ലർ ആദ്യം സെറ്റ് ചെയ്തു. അതിന് ശേഷം വെയിറ്റ് അങ്ങനെ കറക്റ്റ് ഇങ്ങനെ വെച്ചത് കറക്റ്റ് കാണിച്ചു കൊടുക്കും കേട്ടോ. ഒരു ആംഗ്ലർ ഇങ്ങനെ വെക്കുമ്പോൾ മറ്റേ ആംഗ്ലർ നമ്മൾ നടുക്ക് കൊടുക്കുന്ന ആംഗ്ലർ തിരിച്ചാണ് വെക്കുന്നത്. ഇങ്ങനെ വെക്കുന്നതിൽ ഇതാ കറക്റ്റ് ഇത് സീറ്റിംഗ് ആക്കിയിട്ട് നല്ല അളവ് കറക്റ്റ് ആയിരിക്കണം. ഇത് ലോക്ക് ആകാൻ ഇങ്ങനെ ലോക്ക് നമ്മൾ വേറെ കാണിക്കും. ഇങ്ങനെ വെച്ച് വേണം പറഞ്ഞാൽ 2 അടി ഇങ്ങനെ വെച്ചാൽ തന്നെ കൂട് സെറ്റാണ്. പക്ഷെ നമുക്ക് അടി നല്ല താങ്ങാൻ നോക്കിക്കാൻ വലിയ ഷെഡിലൊക്കെ ചെയ്തത് അടിയിലൂടെ നമുക്ക് പട്ട വെച്ചാൽ പെട്ടെന്ന് പോകുന്നത് ആംഗ്ലർ തന്നെയാണ് നമ്മൾ അടിയിൽ ക്രോസ് കൊടുത്തത്. അപ്പോൾ ഒരടിയിൽ വീണ്ടും ആംഗ്ലർ അടിയിലൂടെ വന്നു. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ ശരിക്കും 2 അടി മതി എന്നൊക്കെ പറയും. പക്ഷേ 2 അടി വെക്കുമ്പോഴൊക്കെ കുറെ കാലം നമ്മൾ വെയിറ്റ് ആടിന്റെ വെയിറ്റ് നമ്മൾ കയറുന്ന വെയിറ്റ് ഒക്കെ ആകുമ്പോൾ ഇവിടെ അങ്ങനെ ഒടിച്ചിൽ വരും. ചിലപ്പോൾ നമ്മളെ ഫോർമാറ്റ് പൊട്ടിപ്പോവും ചെയ്യും. അതുകൊണ്ട് 2 അടി വെക്കുക, 1 അടിയിൽ വീണ്ടും നമ്മൾ അടിയിലൂടെ ക്രോസ് കൊടുക്കുക. ഒക്കെ നമ്മൾ ആംഗ്ലർ ഇട്ട് ചെയ്യുക. സ്ക്വയർ ഒന്നും ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രോസ് ഒന്നും സ്ക്വയർ ചെയ്യരുത്. നമ്മൾ എളുപ്പത്തിനൊക്കെ ചിലവ് ചുരുക്കിയിട്ടൊക്കെ ചെയ്യാൻ നോക്കിയാൽ പണി കിട്ടും. ഇത് ഇടയ്ക്കിടയ്ക്കൊന്നും നമുക്ക് അഴിച്ചു മാറ്റി നടക്കൂല. ആടൊക്കെ ആയി കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ അവിടെ ഉണ്ടല്ലേ ഇടയ്ക്കൊക്കെ ഈ തല വരെ നമ്മൾ 2 അടിക്ക് വെച്ച് ചെയ്തിട്ട് അടിയിൽ ക്രോസ് ചെയ്തുകൊണ്ട് വരിക. ക്രോസ് ഇങ്ങനെ അടിച്ചു വരുമല്ലോ. എല്ലാത്തിനും നമ്മൾ ഇതുപോലെ പ്രൈമർ അടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് മാക്സിമം നമുക്ക് എത്രത്തോളം പ്രൈമറും കാര്യങ്ങളും അടിച്ചു കൊടുക്കാൻ പറ്റുമോ ഒക്കെ സെറ്റ് ചെയ്യുക. നമുക്ക് കൂടുതൽ നല്ല ലാസ്റ്റ് ചെയ്യും. നമ്മൾ ഇത് ചെയ്തപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഒരടീൻ്റെ അടുത്ത് നമുക്ക് പുറത്തോട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഫ്ലോർ മാറ്റ് ഈ മാറ്റ് കട്ട് ചെയ്യാതെ കുറച്ചുകൂടെ നീട്ടിയിടാന്നുള്ളൂ. അല്ല പണികളൊക്കെ ഇന്നത്തോട് കൂടെ നമ്മൾ പണികൾ തീരില്ല, ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ ഷെഡിന്റെ അടിഭാഗത്തെ ഫ്രെയിമൊക്കെ ഇതാ അടിച്ചു കഴിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ ആംഗ്ലറിന്റെ അളവ് പറഞ്ഞിട്ടില്ലായിരുന്നു, ഇത് 1.25 കാലാട്ടോ. എന്നാലും നമുക്ക് കറക്റ്റ് നമ്മളെ ഫ്ലോർ മാറ്റ് ലോക്കായി കിട്ടണമെങ്കിൽ ഇത് 1.25 കാലുള്ള ആംഗ്ലർ ആയിരിക്കണം. ഇവിടെ കണ്ടില്ലേ ഇങ്ങനെയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് താങ്ങായിട്ടുള്ള ക്രോസും ഒക്കെ കഴിഞ്ഞ് നല്ല സെറ്റായി. എല്ലാത്തിനും പ്രൈമറും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞ് ഇനി ഇതാ മാറ്റ് വിരിക്കുകയാണ്. അപ്പോൾ നോഫിലൊക്കെ റെഡി ആയിട്ട് നിൽക്കാൻ നമുക്കൊരു ഫ്ലോർ മാറ്റ് അങ്ങോട്ട് എടുത്തു പോവാം. ഇപ്രാവശ്യം കിട്ടിയ നിറം പച്ചയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വലിയ ഷെഡ് ചെയ്തപ്പോൾ നീല നിറത്തിലുള്ളതാണ്. അതിൽ 2-3 പീസ് കൂടെ ബാക്കിയുണ്ട്, അതുകൊണ്ടാ. ഇപ്പൊ നമ്മൾ തികഞ്ഞിട്ട് കൊടുത്ത് നോക്ക്, കുറച്ചുകൂടെ കടും പച്ചയായിട്ട്. ഇതാണ് പച്ച ശരിക്കും. നോക്കിലൊക്കെ തുടങ്ങിക്കോളി. ഇതാ വെക്കുന്നത് കാണിച്ചു കൊടുക്കട്ടെ. കറക്റ്റ് ഇതിന്റെ സൈഡുകൾ നോക്കണം. ഒരു സൈഡ് ലോക്കാക്കി കൊണ്ടുവരാനും സീറ്റിംഗ് ആയിട്ട് ഇത് അടുത്തത് ഇവിടെ ഇങ്ങനെ വെക്കുന്നതാണ് കറക്റ്റ് ഇനി കാണിച്ചു കൊടുക്കേണ്ടത്. ഈ ലോക്ക് കറക്റ്റ് അതിൽ കയറി കിടക്കണം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ സെറ്റാക്കി എടുക്കല്. ഇത് പ്രസ് ആവാതെ ഒരിക്കലും പിടിച്ച് ചവിട്ടരുത്. ഇതിൻ്റെ ഇത് പൊട്ടിപ്പോവും. ഈ ലോക്ക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഇതുകൊണ്ടുള്ള ഉപകാരങ്ങൾ ഉണ്ടാവില്ല. അതാ സിദ്ധിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിരത്തല. നമ്മൾ അളവിൽ എവിടെയെങ്കിലുമൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഈ ലോക്കാവിലൊക്കെ കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. ആംഗ്ലറിന്റെ ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെ നോഫിലൊക്കെ എടുത്ത സമയത്ത് ചെറിയ ബെൻഡ് ഉണ്ടായിരുന്നു, അവർ നിർത്തി. അങ്ങനെ വരുമ്പോഴൊന്നും ഇതിന്റെ കറക്റ്റ് ഇതിന്റെ സീറ്റിങ് കിട്ടൂല. അല്ല ആ സൈഡത്തെ ലോക്ക് നോക്കണം. അത് ലാസ്റ്റ് ലോക്കാ. അതെന്തിനാ അത് പറഞ്ഞു നോഫിലൊക്കെ എന്താ തട്ടണ്ട? നമുക്ക് ലോക്കായിട്ട് നിർത്തി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരുമോ? അങ്ങനെ അല്ലേ. അല്ലെങ്കിൽ എന്താ ലോക്ക് ചിലതിൻ്റെ ഒക്കെ ലോക്ക് പൊട്ടലുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചു വേണമെങ്കിൽ അവിടെ നിർത്താം.
ആ ലാസ്റ്റത്തെ സൈഡിൽ വരുമ്പോൾ അതിന്റെ ലോക്ക് മാത്രം നമ്മൾ തട്ടി ഒന്ന് ഒഴിവാക്കാം. ആ എൻഡിൽ വരുന്നത് കേട്ടോ. ലോക്ക് വരുമ്പോൾ അങ്ങോട്ട് ചേർന്ന് നിൽക്കൂല. അവിടെ അങ്ങോട്ട് വിരിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ എൻഡ് വരുന്നോണ്ടാ. ഒരു ലോക്ക് പൊട്ടുക എന്ന് നമുക്ക് സങ്കടം. എന്താ വെച്ചാൽ ലോക്ക് പൊട്ടി കഴിഞ്ഞാലും ഷീറ്റിന് ഉപയോഗം ഇല്ലാതായി പോകുന്ന കാര്യമാണ്. ഏത് സൈഡിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അതാണ്ടോ മറ്റേ അങ്ങോട്ട് ചേർന്ന് നിൽക്കൂല. ഇത് കറക്റ്റാ. ഇവിടെയാണ് നോക്കണ്ടല്ലേ. ശരിക്ക് ഈ സാധനം ലോക്കാതെ പിടിച്ച് ചവിട്ടി കഴിഞ്ഞാൽ അപ്പം ലോക്ക് പൊട്ടിപ്പോവും അല്ലേ. ഇതാ ഒരു നേരം കഴിഞ്ഞ് കഴിച്ചില്ല. അടുത്ത സൈഡിലാണ് നമ്മളിത് ഷീറ്റ് ഇട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെൽഡിങ്ങിന്റെ ഇതുപോലെ ഈ മൂലഭാഗം വരുന്നുണ്ടല്ലോ. അപ്പോൾ സ്പോട്ട് ചെയ്ത് കുറച്ച് കനം കൂടുതലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും. അത് ഷീറ്റ് ഇത് ഫ്ലോർ മാറ്റ് വിരിച്ച് വരുമ്പോഴേ അറിയുള്ളൂ. ഇവിടെ അങ്ങനെ പ്രശ്നം വന്നിട്ട് നമ്മളത് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞപ്പോൾ റെഡിയായി. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ലോക്ക് ചെയ്ത് തരിക. പിന്നെ മൊത്തത്തിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏതെങ്കിലും ഭാഗം കൂടി തള്ളി വെക്കണമെങ്കിൽ പറ്റുള്ളൂ. അതും ചെറിയൊരു പൊന്തൽ വരുന്നത് ലാസ്റ്റ് നമ്മൾ എല്ലാ ഭാഗം കൂടി ലോക്ക് ചെയ്യുമ്പോൾ സെറ്റ് ആവും. പിന്നെ കറക്റ്റ് ശ്രദ്ധിക്കേണ്ടതാണ് പ്രസ്സിങ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ലോക്കിൽ കുടുങ്ങുന്ന സമയത്ത് നമ്മൾ അടിക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ ലോക്കിന് ആ കുളത്ത് പൊട്ടിപ്പോവും. അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇപ്പം ഇവിടെ നമ്മൾ കട്ട് ചെയ്യുന്നതായിട്ട് ഉപയോഗിക്കുക ചിലത് പൊട്ടിയൊക്കെ. പക്ഷെ അങ്ങനെ പൊട്ടുമ്പോൾ പ്രശ്നം നമ്മളെ ഷീറ്റ് ഫ്ലോർ മാറ്റ് പിന്നെ ഉപയോഗിക്കാൻ കഴിയില്ല. ചില മൂലകൾ നമ്മളിതാ ഫ്ലോർ മാറ്റ് ഇതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. കുറച്ച് ഈ മൂലകൾ വരുമ്പോൾ പ്രശ്നമുള്ളൂ. അല്ലാത്തപ്പോൾ നടുവും ഭാഗം കുഴപ്പമില്ല. വെഞ്ച് വരുന്നവർക്ക് അങ്ങനെ ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മളെ ചെറിയ ആർട്ടിഷെഡിന്റെ അടിയിലുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടോ. ഈ ഫ്രെയിമൊക്കെ നമ്മൾ ഊരി വെച്ചതായിരുന്നു. ഇതൊക്കെ പഴയതൊക്കെ ഊരി അതുപോലെ തന്നെ തിരിച്ച് കുടുക്കി. എവിടെ കാണും പട്ടികയുടെ ഇതാട്ടോ കൊടുത്തിട്ടുള്ളത്. ഉള്ളിലാണ് നമ്മൾ നെറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം അടിഭാഗം കാണിച്ചു കൊടുക്കുക. നല്ല സെറ്റപ്പായി നമ്മളെ പന മാറി ഫ്ലോർ മാറ്റ് വന്നപ്പോൾ തന്നെ നല്ലൊരു വൃത്തിയുണ്ട് കൂട് കാണാനൊക്കെ ആയിട്ട്. കുറച്ച് ബുദ്ധിമുട്ടായത് ഈ ലാസ്റ്റിൽ വരുമ്പോഴാട്ടോ. നമ്മൾ ഇത് ലോക്ക് ചെയ്ത് ലാസ്റ്റിൽ വരുമ്പോൾ നമ്മൾ അളവിൽ എന്തെങ്കിലും വ്യത്യാസം അല്ലെങ്കിൽ ചെറിയ ബെൻഡൊക്കെ നമ്മൾ ആംഗ്ലറിന് കുടുങ്ങി കഴിഞ്ഞാൽ ഇത് റെഡി ആവില്ല. അപ്പോൾ അവരവിടെ കട്ട് ചെയ്തിട്ട് ആംഗ്ലറിന്റെ ആ ചെറിയൊരു ബെൻഡ് ക്ലിയർ ആയിക്കുമ്പോൾ ഇവിടെ റെഡിയായി സെറ്റായി കിട്ടി. അവിടെ കുറച്ച് ബുദ്ധിമുട്ട്. ബാക്കിയൊക്കെ ശരിക്കും കറക്റ്റ് അളവാണെങ്കിൽ പെട്ടെന്ന് പരിപാടി തീരും. ഇതിൽ നമുക്ക് ഇതാ ഈ പഴയ നെറ്റുകളൊക്കെ തിരിച്ചു കുടിക്കുന്നൊക്കെ നമുക്കൊന്നും കൂടെ ഒന്ന് പെയിന്റ് ചെയ്താൽ നല്ലതാ. കുറച്ചും കൂടെ 1 വർഷം കൂടെ കിട്ടാൻ അത്രയും നല്ലതല്ലേ. ഇതാ ഇത്രയും നല്ല കൂടെ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പൊ പുതിയ ആട്ടും കൂടെ ഒക്കെ കിട്ടുന്നവരൊക്കെ ഇതുപോലെ എന്ത് ചെയ്യുക, ചില സ്ഥലത്ത് ഇങ്ങനെ ഒരു പൊന്തൽ വരും കേട്ടോ. അത് നമ്മളൊന്ന് വെയിറ്റ് വരുമ്പോൾ റെഡിയാവും. ഇതുപോലെ ഫ്ലോർ മാറ്റ് ഇടാൻ നോക്കുക. എന്ന് വെച്ചാൽ നമ്മൾ വലിയ ഷെഡിലൊക്കെ ഇപ്പോൾ 2 വർഷമായി നമ്മൾ ഇട്ടിട്ട് ഇതുവരെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. മറ്റേത് എല്ലാ വർഷം നമ്മൾ അടിഭാഗം ഇങ്ങനെ മാറ്റണം. മരം ഇടുമ്പോഴും കവുങ്ങ് ഇടുമ്പോഴും പന ഇടുമ്പോഴൊക്കെ അടിയത്തെ ബീമും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ട് ഇപ്പൊ ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ എത്രത്തോളം അത് കിട്ടും നമുക്ക് പറയാനായിട്ടില്ല. നമ്മുടെ വലിയ ഷെഡ് എത്ര കാലം കിട്ടുന്നത് അത് അറിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും വീഡിയോയിൽ പറയും നമുക്ക് ഇത്ര വർഷം കിട്ടി. എന്ന് വെച്ചാൽ ആടിന് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന ആട്ടിൻകൂടിന് കൂട് നിർമ്മിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതെന്തായാലും നമ്മൾ കറക്റ്റ് അറിയിക്കുക. ഇപ്പൊ ഞങ്ങൾക്ക് എന്തായാലും 2 വർഷം കിട്ടിയിട്ടുണ്ട്. 2ാമത്തെ വർഷമാണ്. ഇനി നമുക്ക് ഇതിൽ മുട്ടൻ കുഞ്ഞുങ്ങളെ മാറ്റണം. അപ്പൊ നമ്മൾ ഇതൊന്ന് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുട്ടൻ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതിലേക്ക് മാറ്റും. ഇപ്പൊ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് 6 മാസം 7 മാസമൊക്കെ പ്രായമായിട്ടുണ്ട്. അപ്പൊ അവരിതിലേക്ക് മാറ്റുന്നതൊക്കെ മറ്റൊരു വീഡിയോ നിങ്ങളെ കാണിക്കും. നല്ല അടിപൊളി മുട്ടന്മാരെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതൊക്കെ എന്തെങ്കിലും വേറെ വീഡിയോ നിങ്ങൾ കാണിച്ചു തരാം. അപ്പൊ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയ ഷെഡിന്റെ വിശേഷങ്ങൾ.